കേരള രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരു നേതാവ്. വാക്കുകളിൽ കൃത്യത, നിലപാടുകളിൽ വ്യക്തത, തർക്കങ്ങൾ അല്ല തത്വങ്ങളിലാണ് കാര്യം എന്ന് തെളിയിച്ച ഒരു ജനകീയ നേതാവ്. എറണാകുളം നെട്ടൂരിൽ നിന്നും കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ അമരത്തേക്ക് അദ്ദേഹം നടന്നു കയറിയത് പോരാട്ടങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും കരുത്തിലാണ്. ഇത് കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളം കണ്ട ചിരിക്കുന്ന മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. 1964 മെയ് 31 എറണാകുളം നെട്ടൂരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന കെ ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും 6 മക്കളിൽ മൂന്നാമനായി വടശ്ശേരി തറവാട്ടിൽ ജനിച്ചു. ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന സതീശന്റെ നേതൃപാടവങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കണ്ടു തുടങ്ങിയിരുന്നു. പഠനത്തിലും പ്രസംഗത്തിലും ഒരുപോലെ മികവ് പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു വി ഡി സതീശൻ. നെട്ടൂർ സരസ്വതി വിലാസം പ്രൈമറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്ന ഭാർഗവി ടീച്ചർ തൻ്റെ ക്ലാസ്സിലെ ഊർജ്ജസ്വലനായ വിദ്യാർത്ഥിയെ ഈ 90ാം വയസ്സിലും വ്യക്തമായി ഓർക്കുന്നു. ഇപ്പൊ നേരിട്ട് വന്ന് കണ്ട എന്താ അമ്മ പറയാ? സതീശൻ വരുമോ? മോനെ സതീശ, എനിക്ക് മോനെ കാണാൻ കൊതിയുണ്ട്. ടീച്ചറാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതാണ് ഏറ്റവും വലുത്. പനങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. ഇവിടെ വെച്ചാണ് വി ഡി സതീശൻ എന്ന കേസ്യുകാരൻ ജനിക്കുന്നത്. ആദ്യമായി ക്ലാസ്സിൽ വന്ന് ഞാൻ സ്കൂൾ മാനേജറുടെ ബന്ധുവാണ് എന്ന് പറഞ്ഞ ഒരു വെള്ള ഷർട്ടും ബിസ്ക്കറ്റ് നിറത്തിലുള്ള പാൻറ്റും ധരിച്ചു വന്ന ആ വിദ്യാർത്ഥിയെ ക്ലാസ് ടീച്ചറായ സുധാംബിക ടീച്ചർ ഇന്നും ഓർക്കുന്നു. ഏറെ അഭിമാനം, അതോടൊപ്പം തന്നെ ദൈവത്തിനോട് നന്ദി പറയുക. കാരണം വളരെ വലിയ സ്ഥാനങ്ങളിലൊക്കെയുള്ള അനവധി പേര് എൻ്റെ വിദ്യാർത്ഥികളിലുണ്ട്. പല സമയത്ത് ഒത്തിരി അഭിമാനം തോന്നിയിട്ടുള്ള അനവധി നിമിഷങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു നിമിഷത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ബിസ്ക്കറ്റ് കളറിലുള്ള ഒരു ഷോർട്സും വെള്ള ഷർട്ടും ഇട്ട നല്ല സുന്ദരനായിട്ടുള്ളൊരു പയ്യൻ. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ്? SV UPS എന്നാണ്, നെട്ടൂരാണ് വീട്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കുട്ടികളൊക്കെ അത്രയും പറഞ്ഞിരുന്നപ്പോൾ സതീശൻ എന്നോട് പറഞ്ഞു, ടീച്ചറെ അത് മാത്രമല്ല, ഇവിടുത്തെ ഗോപി സാറിൻ്റെ ഭാര്യയുടെ ബന്ധുവാണ് ഞാൻ. പക്ഷെ ആ നിമിഷം തന്നെ ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ആ എല്ലാവരെയും നിന്നും വേറിട്ട് നിൽക്കാനും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനുമുള്ള ഒരു അസാധാരണമായിട്ടുള്ള കഴിവ് ഈ കുട്ടിക്കുണ്ട്. ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്കുണ്ടായി. എൻ്റെ കുട്ടി മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് എൻ്റെ ഒരു സ്വാർത്ഥത കൂടിയാണല്ലോ. അത് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നിറവേറ്റിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. സ്കൂൾ പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിന് വായനയോടും പ്രസംഗത്തോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. വളരെ ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കെടുത്ത സതീശനെ അന്നത്തെ സഹപാഠികൾ വളരെ വ്യക്തമായി ഓർക്കുന്നു. അന്ന് സ്കൂൾ ലീഡറായിട്ട് ഞങ്ങൾക്കെല്ലാം ഒരു നേതൃ പാഠവും കാണിച്ചു തന്ന വ്യക്തിയാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹം ഇന്ന് കേരള മുഖ്യമന്ത്രി ആയതിൽ ഞങ്ങൾക്ക് വളരെ ഏറെ അഭിമാനവും സന്തോഷവുമാണ്. സ്കൂൾ പഠനത്തിൽ പുറകിൽ നിൽക്കുന്നവർക്ക് സ്കൂൾ സമയത്തിന് ശേഷം അവരെ പഠിപ്പിക്കാനും സതീശൻ എന്ന പൊടിമീശക്കാരൻ സമയം കണ്ടെത്തിയിരുന്നു. സതീശൻ അന്ന് ഈ 1974 SLC ബാച്ചിൽ ഏതാണ്ട് 418ഓളം മാർക്ക് വാങ്ങിയാണ് നല്ല രീതിയിൽ തന്നെയാണ് വിജയിച്ചു വന്നത്. അന്ന് അദ്ദേഹം ചേരുന്ന കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപന്യാസ മത്സരങ്ങൾ, അതുപോലെയുള്ള ഈ കൂടുതൽ പഠിക്കാനും എഴുതുവാനുമുള്ള കാര്യങ്ങളിലാണ് കൂടുതലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ഇടയിൽ വീക്കായ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പിക്കാൻ വേണ്ടി അഡീഷണൽ ക്ലാസ്സുകൾ ഒരു അധ്യാപനെ പോലെ എടുത്തുകൊടുത്തുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. ഹെഡ് മാസ്റ്ററുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ
ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ സ്കൂളിൽ KSUവിൻ്റെ യൂണിറ്റ് രൂപീകരിക്കാൻ എന്നെ പാർട്ടിയിൽ നിന്നും ചുമതലപ്പെടുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അടുത്ത സുധാംബി ടീച്ചറിൻ്റെ വീട്ടിൽ വെള്ളിയാഴ്ച ഞങ്ങൾ സ്കൂളിൽ KSU യൂണിറ്റ് ഉണ്ടാക്കുന്നതിനുള്ള ഭാരവാഹികളെ വിളിച്ചു ചേർത്തു. അവിടെ വെച്ചാണ് എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് വീടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അത് അന്ന് മെമ്പർഷിപ്പ് കൊടുക്കുകയും അദ്ദേഹത്തെ സ്കൂളിൻ്റെ KSU യൂണിറ്റിൻ്റെ ഭാരവാഹിയായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം 9ാം ക്ലാസ് പഠിച്ചു. 9ലാണോ 10ലാണോ എന്നെനിക്ക് കൃത്യമായ ഓർമ്മയില്ല. അദ്ദേഹം സ്കൂൾ ലീഡറായിട്ട് വരികയാണ് ചെയ്തത്. ഈ സ്കൂളിൽ നല്ല പ്രാസംഗികൻ, അതുപോലെ തന്നെ എഴുത്തുകാരൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശൈലി പ്രത്യേക ശൈലിയാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്തരം കഴിവുകൾ കാണാറില്ല. അന്നും അദ്ദേഹത്തിന് ആ കഴിവ് ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് പ്രസംഗിക്കുമ്പോൾ ഇന്നുള്ള ആ ശൈലിയിൽ തന്നെ ഏത് വിഷയവും അദ്ദേഹം പഠിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 2000 ഞാൻ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ സ്കൂളിലെ ഒത്തിരി സീനിയർ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ കുറിച്ച് ഞങ്ങൾ സ്റ്റാഫ് റൂമിലൊക്കെ സാധാരണ സംസാരിക്കാറുണ്ട്. അപ്പം അതിൽ പ്രധാനമായും വന്നിരുന്ന ഒരു പേരാണ് സതീശൻ സാറിൻ്റേത്. കാരണം സ്കൂളിൽ കലോത്സവം അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ടീച്ചേഴ്സ് പറയും, പണ്ട് നമ്മുടെ സ്കൂളിൽ ഇന്ന ആൾ ഉണ്ടായിരുന്നു, സതീശൻ സാറിൻ്റെ പേരാണ് പറയാറ്. അപ്പം അദ്ദേഹം ഏറ്റവും നല്ലൊരു പ്രാസംഗികനായിരുന്നു, നന്നായിട്ട് ഉപന്യാസം എഴുതും, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ വരുമ്പോൾ ഇന്ന് സമരമുണ്ടോ എന്നുള്ളൊരു ആലോചനയിലാണ് വരുന്നത്. അപ്പോഴായിരിക്കും ഈ സതീശനാണ് മുൻപന്തിയിലുണ്ടാകും. സ്കൂളിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നത്തിൽ പത്രത്തിൽ ഏതെങ്കിലും ഒരു വാർത്ത കണ്ടിട്ടായിരിക്കും ഇന്ന് KSU സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ച് എല്ലാ ക്ലാസ്സുകളിലും കയറി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. പക്ഷേ HM സമ്മതിക്കില്ല. അന്നത്തെ ഗോപി സാറ് പുറകിലൊരു വടിയുണ്ട്, എല്ലാവർക്കും പേടിയാണ്. എങ്കിലും കുട്ടികൾ ധൈര്യസമേതം പുറത്തേക്ക് ഇറങ്ങുന്നു. സതീശൻ സാറ് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ജാഥയായിട്ട് ഘോഷയാത്രയായിട്ട് പോകുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ ബഹുമാന്യ ഹെഡ് മാസ്റ്റർ ഗോപി സാറിനെ കുറിച്ചുമൊക്കെ പാട്ട് പാടുന്നു. അദ്ദേഹത്തെയും ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിൽ ഉൾപ്പെടുത്തുന്നു. ആ പാട്ടൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. പാലപ്പം തിന്നാഞ്ഞിട്ടും പാലിൽ മുക്കി തിന്നാഞ്ഞിട്ടും എന്താണ് ഗോപി സാറെ മിണ്ടാതിരിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് പാട്ടുപാടി നെട്ടൂര് വരെ പോയി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സതീശൻ എറണാകുളത്തെ തേവരയിലെ പ്രശസ്തമായ സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ ഡിഗ്രി പഠനങ്ങൾക്കായി ചേർന്നു. സോഷ്യോളജിയിൽ ബിരുദം നേടുന്ന കാലത്താണ് സതീശനിലെ രാഷ്ട്രീയക്കാരൻ പൂർണ്ണമായും പുറത്തുയെത്തിയത്. ഈ കാലയളവിൽ പഠിത്തത്തോടൊപ്പം രാഷ്ട്രീയത്തിലും ചുവടുറപ്പിക്കാൻ തുടങ്ങിയിരുന്നു. കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറിയായും 1986 to 1987 കാലയളവിൽ MG സർവകലാശാല യൂണിയൻ ചെയർമാനായും പലതവണ കേരള MG യൂണിവേഴ്സിറ്റികളിൽ KSU യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നും ക്യാമ്പസിൽ സതീശൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ എതിരാളികളെ പോലും നിശബ്ദരാക്കും. അത്രയ്ക്കും കൃത്യമായ ഡാറ്റയും യുക്തിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധം. ഒരു അധ്യാപകർ എപ്പോഴും വിദ്യാർത്ഥികളോട് സ്നേഹത്തോടെ കാണുന്നു. അവരുടെ ഉയർച്ചയിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഞങ്ങൾ പറയും എൻ്റെ വിദ്യാർത്ഥിയാണ് അയാൾ. അതുപോലെ തന്നെയാണ് സതീശൻ്റെ കാര്യത്തിലും. എനിക്ക് പഠിക്കുന്ന കാലത്തെ അറിയാം. നല്ല പ്രാസംഗികനായിരുന്നു, നല്ല ഡിബേറ്ററായിരുന്നു. അവിടുത്തെ കോളേജിലെ എല്ലാ പരിപാടികളും പങ്കെടുക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ്. അദ്ദേഹം ആദ്യമായി പറവൂർ മത്സരിക്കുമ്പോൾ ഞാൻ അന്ന് MP-യും DC പ്രസിഡന്റും കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ച, പടിപടിയായുള്ള വളർച്ചയും ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കാഴ്ചപ്പാടുള്ള ഹാർഡ് വർക്കിംഗ് ആയ ഒരു ജനപ്രതിനിധിയായിട്ടാണ് നമ്മൾ സതീശനെ കാണുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അത് സക്സസ്ഫുള്ളായൊരു മുഖ്യമന്ത്രി ആകട്ടെ എന്നാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന. സതീശൻ അദ്ദേഹം ഇത്രയും കാലം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ജോലിയിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇപ്പം ഒരു ചലഞ്ചിങ് ജോബാണ്.
ആ ചലഞ്ചിങ് ജോബും അദ്ദേഹം വളരെ വിജയപ്രദമായി പൂർത്തീകരിക്കണമെന്നാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന. തേവര കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കേരള സംസ്ഥാനത്തെ ഭരണസാരഥ്യം ഏറ്റെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ശ്രീ വി ഡി സതീശൻ 1979 മുതൽ 81 വരെയുടെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. 81 മുതൽ 85 വരെ അദ്ദേഹം BA സോഷ്യോളജി വിദ്യാർത്ഥിയായിരുന്നു. 3 വർഷത്തെ ഡിഗ്രിയിൽ അദ്ദേഹം 3ാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം കലുഷിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യൂണിയൻ നേതാവായിട്ട് ഉയർന്നു വന്ന ഒരു നേതാവാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹം ഈ കോളേജിലെ ഓഡിറ്റോറിയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിബേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം തിളങ്ങിയിരുന്നത്. ഒരുപാട് കോമ്പറ്റീഷനിൽ പ്രൈസ് വാങ്ങിച്ച് വിദ്യാർത്ഥികളെ ഇളക്കിമറിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയ ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു ശ്രീ വി ഡി സതീശൻ ഇവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ. രാഷ്ട്രീയം ഒരു വികാരമായിരിക്കുമ്പോഴും തൻ്റെ വിദ്യാഭ്യാസനത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിരുന്നു. തുടർന്ന് തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്ന് LLBയും ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് LLMും അദ്ദേഹം പൂർത്തിയാക്കി. കൂടാതെ രാജഗിരി കോളേജിൽ നിന്നും സോഷ്യൽ വർക്കിൽ PG ഡിപ്ലോമയും നേടി. ഈ കാലയളവിൽ തന്നെയാണ് NSUവിൻ്റെ നാഷണൽ സെക്രട്ടറിയായി തിളങ്ങിയതും. അന്നും എതിരാളികളെ തറ പറ്റിച്ചിരുന്നത് കൃത്യമായ വസ്തുതകൾ നിരത്തിക്കൊണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ സജീവമായ VD സതീശൻ്റെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായത് സത്യൻ അന്തിക്കാടിൻ്റെ സന്ദേശം എന്ന സിനിമയാണ്. ജനസേവനം ജീവിതമാർഗം ആകരുത് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. 10 വർഷക്കാലം കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്തു. കേസ് പഠിക്കുന്നതിലെ കണിശതയും കോടതി മുറികളിലെ വാദപ്രതിവാദങ്ങളും പിൽക്കാലത്തു അദ്ദേഹത്തിലെ നിയമസഭാ സാമാജികനെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വക്കീൽ ജോലിയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് 1996 പാർട്ടി അദ്ദേഹത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറവൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതും. കമ്മ്യൂണിസ്റ്റ് കോട്ടയായ പറവൂർ മണ്ഡലത്തിൽ കന്നി അംഗത്തിനിറങ്ങിയ സതീശൻ CPIയിലെ P. രാജുവിനോട് 1116 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എന്നാൽ തോൽവിയിൽ തളരാതെ അദ്ദേഹം വക്കീൽ ഓഫീസും രാഷ്ട്രീയ പ്രവർത്തനവും പറവൂരിലേക്ക് കേന്ദ്രീകരിച്ച് പറവൂരിൻ്റെ സ്വന്തം സതീശനായി മാറി. 2001 P. രാജുവിനെ പരാജയപ്പെടുത്തി 11ാം നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ടു ഇതുവരെ പറവൂർ ജനത സതീശനൊഴികെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിച്ചതുപോലുമില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നേരിട്ട പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. The Congress has decided on VD Satishan as the opposition leader. The 56-year-old VD Satishan will be the new opposition leader for the Congress. 5 വർഷക്കാലം നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. പഠന മികവോടെയുള്ള പ്രസംഗങ്ങൾ, വസ്തുത നിരത്തിയുള്ള ചോദ്യം ചെയ്യലുകളും അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ പ്രതിപക്ഷ നേതാവാക്കി. ഇനി അണികൾ എല്ലാവരും ചേർന്ന് ദൈവമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് താൻ വിമർശനത്തിന് അതീതനാണ് എന്നൊരു ചിന്ത മുഖ്യമന്ത്രിയെ ഭരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് ദൈവമായാലും ഏത് ചക്രവർത്തിയായാലും ഞങ്ങൾ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്താ കാര്യം? മുഖ്യമന്ത്രി പുറത്തിറങ്ങിയാൽ ഈ നാട്ടിൽ ആർക്കും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അപ്പം അങ്ങ് പറഞ്ഞു ഞാൻ പഴയ വിജയനാണെങ്കിൽ ഞാനതിന് മറുപടി പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല.
പരമ്പരാഗതമായ ജാതി മത പ്രീണന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സവിശേഷമായ ഒരു പുരോഗമന ശൈലി ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം കൃത്യമായ തെളിവുകളും രേഖകളും മേശപ്പുറത്ത് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം. ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയാണ് വലുത് എന്ന നവയുഗ കോൺഗ്രസ് ശൈലിക്ക് അദ്ദേഹം തുടക്കമിട്ടു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വെന്റിലേറ്ററിലായിരുന്ന ഈ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും കഴിഞ്ഞു. നിയമസഭയിലെ മൂർച്ചയുള്ള ചോദ്യങ്ങൾ, തീപ്പൊരിച്ചിതറുന്ന പ്രസംഗങ്ങൾ, പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ ഉത്തരവാദിത്വങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന VD സതീശൻ. That team will create many things. It will change Kerala. It will be a new era, a new Kerala. That is our target. എന്നാൽ ഈ തിരക്കുകൾക്കൊക്കെ അപ്പുറം രാഷ്ട്രീയക്കാരനായ സതീശനെ മറ്റൊരാളുടെ വേദന തിരിച്ചറിയുന്ന ഒരു മനുഷ്യസ്നേഹിയായി രൂപപ്പെടുത്തിയ ഒരു ലോകം, അക്ഷരങ്ങളുടെ, പുസ്തകങ്ങളുടെ, എഴുത്തിൻ്റെ ഒരു ലോകം. മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് പഠിപ്പിച്ച ഒരു ലോകം, വായനയുടെയും എഴുത്തിൻ്റെയും ലോകം. VD സതീശൻ വായനാശീലം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. പഠിച്ച സ്കൂളുകളിലെയും കോളേജുകളിലെയും ലൈബ്രറികളായിരുന്നു അദ്ദേഹത്തിൻ്റെ തട്ടകങ്ങൾ. സമയമില്ല എന്ന വാക്ക് VDയുടെ നിഘണ്ടുവിലില്ല. എത്ര തിരക്ക് പിടിച്ച ദിവസമാണെങ്കിലും 1 മണിക്കൂറെങ്കിലും വായനക്കായി അദ്ദേഹം മാറ്റിവെക്കും. യാത്രകളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വായനമുറികൾ. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രധാന ഭാഗങ്ങൾ ഡയറിയിൽ കുറിച്ചു വയ്ക്കുക മാത്രമല്ല, പുസ്തകത്തിൻ്റെ രചയിതാവിനെ വിളിച്ച് അഭിപ്രായം അറിയിക്കാനും അഭിനന്ദിക്കാനും അദ്ദേഹം മറക്കാറില്ല. കേവലം ഒരു വായനക്കാരൻ മാത്രമല്ല, VD എഴുത്തിൻ്റെ ലോകത്തും അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായി 2 പുസ്തകങ്ങളുണ്ട്. നേരെ അനുഭവങ്ങൾ, ആദാം നീ എവിടെയാകുന്നു. ഇതിൽ ആദാം നീ എവിടെയാകുന്നു എന്ന പുസ്തകം ബെസ്റ്റർ സെല്ലിംഗ് ബുക്ക് റെക്കോർഡിൽ എത്തി നിൽക്കുന്നു. VD സതീശൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ കാതോർക്കും. കാരണം അതിൽ കേവലം രാഷ്ട്രീയം മാത്രമല്ല, ലോകപ്രശസ്തരായ എഴുത്തുകാരുടെ വചനങ്ങളും കവിതകളും ചരിത്ര സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ നാവിലൂടെ ഒഴുകിയെത്തും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ അർത്ഥവത്താകുന്ന ജീവിതമാണ് സതീശൻ്റേത്. വിവേകപൂർണമായ വാക്കുകളുടെ ഇന്ധനം അക്ഷരങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. ഈ തിരക്കുകൾക്കിടയിലും കുടുംബത്തിനു വേണ്ടിയും സൗഹൃദത്തിനു വേണ്ടിയും അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ ഒരു വലിയ സുഹൃദ് വലയം തന്നെ VDSനുണ്ട്. എത്ര സമയക്കുറവുണ്ടെങ്കിലും അവരെ കൂടെ ചേർത്ത് നിർത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ആകാശദൂത് എന്ന സിനിമ കണ്ട് തിയേറ്ററിലിരുന്നു കരഞ്ഞ സതീശനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഓർക്കുന്നു. ഞാനും സതീഷിനും കൂടെ 1983-84 കാലഘട്ടത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അന്ന് തേവര കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് ചെല്ലുമ്പോഴാണ് സതീഷിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആരംഭിക്കുന്നത്. സതീഷിന് അന്ന് അവിടെ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, അവിടെ KSUവിൻ്റെ നേതാവാണ്. അപ്പോൾ ഞാനും KSUവിൽ ഭയങ്കര ആക്റ്റീവാണ്. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അന്ന് 83-84 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിപ്പം 43 വർഷമായി. ഇപ്പോഴും അത് ശക്തമായി കണ്ടിന്യൂ ചെയ്യുക. സതീശന് ഗുഡ് അറ്റ് ഹാർട്ടാണ്. സതീശന് ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും, സതീശൻ സഹായിയാണ്, എല്ലാവരും സഹായിക്കും. ആ ഒരു മനസ്സ് സതീശനുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നു പറവൂര് തന്നെ ഒരു വലിയ എക്സാമ്പിളാണ്. കഴിയും 2025 വർഷമായിട്ട് അവിടെ MLA ആണ്. ഒരാൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25 വർഷം MLA ആവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു മനസ്സുള്ള ഒരാൾക്കേ ആവാൻ പറ്റുള്ളൂ. ആളുകൾക്ക് അതുപോലെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ 25 വർഷം ആൾക്കാരെ ജയിപ്പിക്കുകയുള്ളൂ. എത്ര തിരക്കാണെങ്കിലും
വടശ്ശേരി തറവാട്ടിൽ ഓടിയെത്താൻ സതീശൻ മറക്കാറില്ല. അവിടെ എത്തിയാൽ ചിലരുടെ സതുവാണ്, ചിലരുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛനും വല്യച്ഛനുമാണ്. 5 സഹോദരങ്ങൾക്കും മറ്റു കുടുംബങ്ങൾക്കും സതീശൻ വീട്ടിൽ വരുന്ന ദിവസം ആഘോഷമാണ്. അച്ഛൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഫോറസ്റ്ററായിരുന്നു. അപ്പൊ തേക്കടി, കുമിളി അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ജോലി ചെയ്തിട്ടില്ല. ആഴ്ചയിൽ ഒരിക്കൽ പുള്ളി വരും. പുള്ളിക്കൊരു സ്വഭാവമുണ്ട്. ആദ്യം രാവിലെ കട്ടൻ ചായ കിട്ടണം, അതിൻ്റെ ഒപ്പം പേപ്പറും കിട്ടണം. അപ്പൊ അത് പുള്ളി വായിച്ചു കഴിഞ്ഞിട്ട് മറ്റാർക്കും പേപ്പർ വായിക്കാൻ പറ്റും. അപ്പൊ ആ സ്വഭാവം ചെറുപ്പം തൊട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യമൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പേപ്പർ വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ അടിയാം പേപ്പറിന് വേണ്ടിയിട്ട്. ആദ്യം പേപ്പർ കിട്ടുന്ന ആള് പേപ്പറും കൊണ്ട് കക്കൂസിനകത്തേക്ക്, കാരണം പിന്നെ വേറെ ആർക്കും പേപ്പർ കിട്ടത്തില്ല. അങ്ങനെയായിരുന്നു ചെറുപ്പം തുടങ്ങിയത്. ചെറുപ്പം തൊട്ടേ സോഷ്യൽ കൾച്ചറിൽ ഇതിനകത്ത് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പുള്ളി നല്ല പ്രസംഗ മത്സരത്തിനൊക്കെ പ്രൈസ് ചെറുപ്പം തൊട്ടേ, പ്രൈമറി സ്കൂൾ തലം തൊട്ടേ അങ്ങനെ ആയിരുന്നു. അവനായിട്ട് നല്ല വ്യക്തിപരമായിട്ട് നല്ല ബന്ധമായിരുന്നു. അവനായിട്ട് എപ്പോഴും സംസാരിക്കും. പിന്നെ ഞാനൊരു എതിർ രാഷ്ട്രീയത്തിലായിരുന്നു. ഇവർക്കൊക്കെ എതിരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു. ഞാൻ പീതാംബരം മാഷായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. പീതാംബരം മാഷിലൊപ്പം വരുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. ഇവിടെ അത്യാവശ്യം രാഷ്ട്രീയം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് ഇവിടെ. പിന്നെ ഈ INDCയുടെ നെറ്റെടുത്ത സംഘാടകരിൽ ഒരാളായിരുന്നു ഞാൻ. അന്ന് ചേട്ടൻ നേവിയിൽ, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് സതീശൻ ഇത് തുടങ്ങിയത്. വായനയും ഒക്കെയാണ്, വായിപ്പിക്കും. അവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വായിപ്പിക്കുന്നില്ല. സതീശൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ വായനയും അതും ഇതും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കൊച്ചിലെ മുതൽ ഇപ്പോഴും നാടൻ കളി, ബാഡ്മിൻ്റൺ കളി, നമ്മുടെ കുഴിരാശി കളി, അതൊക്കെയാണ് നമ്മുടെ അന്നത്തെ കൊച്ചിലെയുള്ള കാര്യങ്ങൾ. അതിലെല്ലാത്തിലും അവനാ പഠിപ്പിച്ചത്. ചേട്ടൻ്റെ കല്യാണം ആലുവ ദേശത്തു നിന്നാണ്, ലക്ഷ്മി. അപ്പോൾ ചേട്ടന് പെണ്ണ് കാണാനായിട്ട് ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇനി വേറെ കാണില്ല, എനിക്ക് അത് തന്നെ മതി. അപ്പോൾ ചേട്ടത്തിയൊക്കെ കൂടെ ആണ് പോയത് ആദ്യമായിട്ട് വീട് കാണാൻ. എന്നെ കൊണ്ടുപോയില്ല കേട്ടോ ഒന്ന്. ചേട്ടത്തിയും ചേട്ടനുമാണ് കാണാൻ പോയത്. ലക്ഷ്മിയും വളരെ എന്താ പറയുക, സിമ്പിൾ ഡൗൺ ടു എർത്ത് ആണ് പുള്ളിക്കാരി. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല 10th-ലും ഡിഗ്രിക്കും ഒക്കെ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത കുട്ടിയാണ്. പക്ഷെ എന്നാലും ഒരിക്കലും അതിൻ്റെ ഒരു ജാടയോ ഒന്നും കാണിച്ചിട്ടില്ല. നന്നായി പാട്ടും പാടും. അപ്പോൾ കാണുന്നതിന് മുമ്പ്, ഈ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ഓരോ കാസറ്റൊക്കെ തന്നു വിടുമായിരുന്നു പാട്ട് പാടിയിട്ട്. അന്നൊക്കെ കാസറ്റാണല്ലോ. അപ്പോൾ അതിൽ കുറേ പാട്ടുകളൊക്കെ തന്നു വിടുമായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ രാത്രി ഇട്ട് നമ്മളെ കേൾപ്പിക്കും. 2 പാട്ടാണ് ആദ്യമായിട്ട് കൊടുത്തു വിട്ടത്. ഒന്ന് സൂര്യകാന്തി എന്നുള്ള പാട്ടും പിന്നെ രജനി പറയൂ. ആ 2 പാട്ടുമാണ് എൻ്റെ മനസ്സിലിപ്പോൾ നിൽക്കുന്നത്. അത് ഞങ്ങൾ ഇടയ്ക്കിട്ട് കേൾക്കുമായിരുന്നു ആ പാട്ട്. നോയിങ് സതീശൻ എന്ന കൊച്ചച്ഛനും സതീശൻ എന്ന ഒരു പേഴ്സണെ അറിയുന്നത് കൊണ്ടും എല്ലാവർക്കും, ഞങ്ങൾക്കും അതുപോലെ നാട്ടുകാർക്കും ഉണ്ടെന്ന് തോന്നുന്നു അതേ എക്സ്പെക്റ്റേഷൻസ്. പുള്ളിയുടെ ഒരു സ്വഭാവം, പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിംഗ്, പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ് കൊണ്ട് വി എക്സ്പെക്ട് കുറേ പുള്ളി പറഞ്ഞതും പറയാത്തതുമായ കുറേ പോസിറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചിറ്റയെ പറ്റി ഇപ്പൊ ആഷ്ട പറഞ്ഞ പോലെ അങ്ങനെ നല്ല പാട്ടുകാരിയാണ്. മോളാണെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി കസിൻസ് ആണ്, സഹോദരങ്ങളുടെ മക്കളാണ്. പക്ഷെ ഞങ്ങള് കസിൻസ് ആണെന്നുള്ള രീതിയിലല്ല ഞങ്ങളെ വളർത്തിയേക്കുന്നത്. ഞങ്ങള് എല്ലാവരും സിബ്ലിങ്സ് ആണ്, അത്രയും ക്ലോസ് ആണ് എല്ലാവരും. അവര് രണ്ടുപേരും ആലുവയിലാണ്, അവിടെയാണ് വീട്. പക്ഷെ അവളെപ്പോഴും ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മളവിടെ സത്യപ്രതിജ്ഞയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, ഫുൾ കുടുംബം ഉണ്ടായിരുന്നു. പക്ഷെ അവരിയ്ക്കുന്നേക്കാളും കൂടുതൽ ഞങ്ങൾക്കിരിക്കണം, ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം, ഞങ്ങളെ അവിടെ എത്തിക്കണം. ഞങ്ങൾക്ക് അത് അത്രയും സ്പെഷ്യലാണ് ആ മൊമെന്റ് എന്നുള്ളത് അറിഞ്ഞായിരുന്നു അവള് ഞങ്ങളെ കൊണ്ടുനടന്നത്. അപ്പോൾ അത്രയും സ്പെഷ്യലാണ് അവര് 3 പേരും. കൊച്ചച്ഛൻ മാത്രല്ല, അവര് 3 പേരും നമുക്ക് അത്രയും സ്പെഷ്യലാണ്. ഇവിടെ വടശ്ശേരിയിൽ വരുമ്പോ ഇപ്പൊ എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പൂക്കി സൈഡ് ഉണ്ടല്ലോ, അതാണ് ഞങ്ങക്ക് കൊച്ചച്ഛൻ. ഇപ്പൊ
ഇപ്പോൾ സതുകുശനെ ഒരു എത്ര ബിസി ആയിട്ടിരിക്കുമ്പോൾ ഒരു ഫോൺ ചെയ്താലും ചില സമയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിലും സൗകോച്ചൻ എപ്പോഴും തിരിച്ച് നമ്മളെ വിളിക്കും. ഒരു കോള് പോലും എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ഇതുവരെ അങ്ങനെ തിരിച്ച് വിളിക്കാതെയോ എന്നിങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് എപ്പോഴും എല്ലാത്തിനും നല്ല ടൈം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഇത്രയും കൺസിഡർ ചെയ്യുന്ന ആൾ തന്നെ ഇനി നാട്ടിലത്തെ കാര്യം വരുമ്പോഴും അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് ചെയ്യുമെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. അന്നേ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. എല്ലാവരെയും കെയർ ചെയ്യും, എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടും, ആർക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ ഭയങ്കര മിടുക്കനായിരുന്നു. നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് എന്തായാലും നമ്മുടെ സ്റ്റേറ്റിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തൊരു പ്രശ്നം വന്നാലും അവൻ നന്നായിട്ടത് ഹാൻഡിൽ ചെയ്യും, നന്നായി പഠിച്ച് അതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം കണ്ടുപിടിക്കും. ഇതുവരെ കാണാത്തൊരു നല്ല മുഖ്യമന്ത്രിയായിരിക്കും സതീശൻ. ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാവരും വലിയ വലിയ ആൺകുട്ടികളായിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും സമാധാനപ്രിയരായിരുന്നു. പ്രത്യേകിച്ച് സതീശൻ, ഞങ്ങൾ വിളിക്കുന്ന സതു. എന്ത് കാര്യമുണ്ടെങ്കിലും പോസിറ്റീവ് എനർജി ആയി കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാത്തിനും സമാധാനം പറഞ്ഞു തരുന്നത് സതീശനാണ്. ആ സമാധാനപ്രിയൻ കേരളത്തിലെ എല്ലാ സമാധാനം ഉണ്ടാക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എങ്ങനെ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നു അതേ എക്സ്പീരിയൻസ് ആണ് ഈ കൊച്ചന്മാരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഇതും. അപ്പോൾ എനിക്ക് വേറെ ഷെയ്ഡുള്ള കാര്യമാണ്. കാരണം ഞാൻ പുറത്തുനിന്ന് ഒരാളുണ്ട്, എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത്രയും എന്നെ ഇൻസ്പയർ ചെയ്ത വേറൊരു വ്യക്തിയില്ല ഇതുവരെ. ആക്ച്വലി സതുകൊച്ചനെ ഒത്തിരി കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ജനിച്ചു കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം MLA ആയി. അപ്പോൾ ഇവർക്കാണ് കൂടുതൽ സതീഷിന്റെ ആ ഒരു എന്താ പറയാ യൂത്ത് സൈഡ് കിട്ടിയേക്കണേ. അപ്പൊ ഞാൻ ഉണ്ടായപ്പോഴേക്കും പിന്നെ കിട്ടാറായി. പക്ഷെ എന്നാലും അദ്ദേഹം വരുമ്പോഴും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ കൂടെ ഒത്തിരി എന്താ പറയാ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ഒത്തിരി പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇന്ന്. ലൈക്ക് ഇപ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ ആണെങ്കിലും പുള്ളി ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്നാണെങ്കിലും. ഞാനിപ്പോൾ എൻ്റെ കോളേജ് ഞാൻ സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പഠിക്കുക, ഫസ്റ്റ് ഇയർ PGDM സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറും പുള്ളി എങ്ങനെ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യണേ, ഞാൻ അവിടെ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓരോ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതിന് അപ്പോൾ പിന്നെ സന്തോഷം. പരാതിയില്ലാതെ തൻ്റെ തിരക്കുകളെ അംഗീകരിച്ചു കൂടെ താങ്ങായി നിൽക്കുന്ന ഭാര്യ ലക്ഷ്മിപ്രിയയ്ക്കും മകൾ ഉണ്ണിമായയ്ക്കും താങ്ങും തണലുമാവാൻ VD സമയം കണ്ടെത്താറുണ്ട്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ഒരു സംസ്ഥാനത്തെയും ജനങ്ങൾ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടാകില്ല, മുറവിളി കൂട്ടിയിട്ടുണ്ടാവില്ല, തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ കേരളം അത് കണ്ടു. കാരണം ആ മനുഷ്യൻ ബൈബിളിലൂടെ, ഖുറാനിലൂടെ, ഭഗവത്ഗീതയിലൂടെ ജീവിതം പഠിക്കുന്നവനാണ്, അക്ഷരങ്ങളെ നെഞ്ചോട് ചേർക്കുന്നവനാണ്. VD സതീശൻ തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇനിയും തിരുത്തലുകളുടെയും വികസനത്തിന്റെയും പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ
നിലപാടുകളുടെ കരുത്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വടശ്ശേരി ദാമോദര മേനോൻ സതീശന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.